ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവം ഉടമ്പടി പാലിക്കുന്ന ദൈവം തൻ്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളിൽ നിന്നും മാറാത്തവനുമാണ്. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 6 ഉടമ്പടികൾ താഴെ പറയുന്നതാണ്. 1. നോഹയോടുള്ള ഉടമ്പടി. തിരുവെഴുത്തിൽ 1-ാമത്തേതിനാണ്. അത് പ്രളയം കഴിഞ്ഞ് ഉടനെ തന്നെ ദൈവം മനുഷ്യവർഗവുമായി നടത്തിയതാണ്. അവിടുന്ന് ഈ നിന്നൊരിക്കലും ലോകത്തെ ഒരു ആഗോള പ്രളയത്തിൽ നശിപ്പിക്കില്ലെന്ന് മനുഷ്യവർഗത്തോട് ഒരു നിത്യമായ നിയമം ചെയ്യുകയായിരുന്നു. തൻ്റെ വാഗ്ദത്തത്തെ ഓർമ്മിപ്പിക്കുന്ന അടയാളമായി മഴവില്ല് നൽകപ്പെട്ടു. 2. അബ്രഹാമിനോടുള്ള ഉടമ്പടി. അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്നും വിളിച്ച് വേർതിരിച്ചപ്പോൾ നൽകിയതാണ്. അവൻ്റെ സന്തതിക്കും അത് എന്നേക്കും നിലനിൽക്കുന്നതുമായിരുന്ന അബ്രാഹ്മിയ ഉടമ്പടിയിൽ ബ്രത്ത് നദി മുതൽ മിസ്രയീം നദി വരെ ഉൾപ്പെടുന്ന കനാൻ നാട് അബ്രഹാമിന് അവൻ്റെ സന്തതികൾക്കും അവകാശമായി നൽകപ്പെട്ടു. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി വ്യവസ്ഥയല്ലാത്ത ഒരു ഉടമ്പടി ആയിരുന്നു. അതായത് അത് അബ്രഹാമോ അവൻ്റെ സന്തതികളോ നിവർത്തിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരണമായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് അവകാശപ്പെട്ട ഭൂമി ഇസ്രായേലിന് കൈ അവകാശം നൽകിയിരിക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി നൽകും. ഉൽപ്പത്തി 13-15 വായിക്കുക. ഈ ഉടമ്പടിയിലൂടെ പ്രത്യേകമായ ഒരു ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. അബ്രഹാമിനെയും അവൻ്റെ സന്തതിയെയും അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, അബ്രഹാമിനെ അവൻ്റെ സന്തതിയെയും ശപിക്കുന്നവരെ ദൈവം ശപിക്കും എന്നാണ് ദൈവജനം വെളിപ്പെടുത്തുന്നത്. 3. സീനിയ ഉടമ്പടി. ഈജിപ്തിൽ നിന്ന് അവർ ചെങ്കടലിൽ കടന്ന് ഉടനെ ഇസ്രായേലുമായി ഉണ്ടാക്കിയതാണ്. ഇത് വ്യവസ്ഥയോട് കൂടിയ ഉടമ്പടി ആയിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുന്നു എങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കും. പുറപ്പാട് 24-1-8 വായിക്കുക. പൗരോഹിത്യവും യാഗങ്ങളും ഉത്സവങ്ങളും മറ്റ് പല നിബന്ധനകളും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഫിനെഹാസുമായാണ് ചെയ്ത പുരോഹിത ഉടമ്പടി. ഇതിൻ്റെ ഒരു അനുബന്ധമാണ് സംഖ്യാപുസ്തകം 25-12-13 വായിക്കുക. 4. പാലസ്തീൻ ഉടമ്പടി സ്ഥാപിച്ചത് ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ആവർത്തനം 28-30 അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിമേൽ ഇസ്രായേലിന് ദേശത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ നൽകിയ ഈ ഉടമ്പടി വ്യവസ്ഥയോടു കൂടി ആയിരുന്നു. അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1. ഇസ്രായേൽ അനുസരിക്കുന്നുവെങ്കിൽ അവർ ദേശത്ത് അനുഗ്രഹം പ്രാപിക്കും. ശത്രുക്കൾ അവരുടെ മുമ്പിൽ നിന്നും തോറ്റോടും. ദേശം ഫലം തരികയും അവർക്ക് സന്താനവർദ്ധനം ഉണ്ടാവുകയും ചെയ്യും എന്ന് ദൈവം ഉടമ്പടി ചെയ്തു. ആവർത്തനം 28-1-13 വരെ വായിക്കുക. 2. ഇസ്രായേൽ ദൈവത്തെ വിടുവിക്കുന്നതിനാൽ ന്യായപ്രമാണത്തിൽ കാണുന്ന എല്ലാ ശാപങ്ങളും അവരുടെ മേൽ വരും. അതായത് ഇസ്രായേൽ ദൈവത്തെ വിട്ടകന്നാൽ
ന്യായപ്രമാണത്തിൽ കാണുന്ന എല്ലാ ശാപങ്ങളും അവരുടെ മേൽ വരും. അവർ ദേശത്തിൽ നിന്നും ചിതറിപ്പോവുകയും ചെയ്യും. ബാബിലോന്യർ നിന്ന് റോമാക്കാരിൽ നിന്നും ഉണ്ടായ 2 ചിതറിപ്പുകൾ പ്രവചനപരമായി ഈ ഉടമ്പടിയുടെ പ്രതിഫലമാണ്. ആവർത്തനം 28:30 വരെയും 52 വരെയും വായിക്കുക. 4-ാമത്തത്, ഇസ്രായേലിനെ ലോകരാഷ്ട്രീയത്തിലേക്ക് ചിതറിച്ച് കളഞ്ഞതിന് ശേഷം ജനങ്ങൾ ദൈവത്തെങ്കിലേക്ക് മനം തിരിയുമെങ്കിൽ ദൈവം അവരെ സകല ജാതികളിൽ നിന്നും കൂട്ടിച്ചേർക്കും. ആവർത്തന പുസ്തകം 33 വാക്യം വായിക്കുക എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയും ശാപം അവളുടെ ശത്രുക്കളിൽ നിന്ന് വന്ന് ഭവിക്കുകയും ചെയ്യും. ഇനി പറഞ്ഞു വന്ന ഉടമ്പടിയിൽ പ്രധാനപ്പെട്ടത് 5-ാമത്തത് ദാവീദിന് ഉടമ്പടി. തന്നെ രാജാവിക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്നായിരുന്നു. സിദെക്കീയാവിൻ്റെ കാലത്ത് എസെക്കിയേൽ 21-25-27 വാക്യം വായിക്കുക. സിംഹാസനം നിലവിലില്ലാതെ വന്നു. എങ്കിലും ക്രിസ്തു വരുന്നതുവരെ ദാവീദിൻ്റെ വംശാവലി മത്തായി 1-ാം ലൂക്കോസ് 3-ാം പരിരക്ഷിക്കപ്പെട്ടു. 2-ാമത്തെ വരവിൽ സിംഹാസനം യേശുവിന് പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 15-13-18 വരെ. 6-ാമത്തെ ഉടമ്പടി. പുതിയ ഉടമ്പടി ക്രിസ്തുവിൻ്റെ പ്രയാച്ചത്ത് ബലിയുടെ ഇസ്രായേൽ അന്ത്യ നാളുകളിൽ കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് സഭയെ ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് ഇസ്രായേൽ റോമർ 11:17 പങ്കാളിയായി തീർക്കുന്നത് ഉടമ്പടിയുടെ ഫലമായി നാം ആത്മീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നെങ്കിലും ഇസ്രായേലിനും ഭൗതികമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ കഴിയും. അതായത് പ്രധാനപ്പെട്ടത് 6 ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. 1 നോഹയോടുള്ള ഉടമ്പടി, 2 അബ്രഹാമിനുള്ള ഉടമ്പടി, 3 സീനിയ ഉടമ്പടി, 4 പാലസ്തീൻ ഉടമ്പടി, 5 ദാവീദ് ഉടമ്പടി, 6 പുതിയ ഉടമ്പടി. ഇങ്ങനെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.